നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. തൃശൂർ നഗരത്തെ ആവേശലഹരിയിലാക്കി പുലിക്കളി അരങ്ങേറി. പുലിമട വിട്ട് നഗരത്തിലിറങ്ങിയ പുലിക്കൂട്ടങ്ങൾ നഗരം വിറപ്പിച്ചു. ദൃശ്യവിരുന്നൊരുക്കി നിശ്ചല ദൃശ്യങ്ങളും. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. കുത്താമ്പുള്ളിയിൽ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറിയിടിച്ച് കാർ യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനം. SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. ദക്ഷിണ മേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പാലപ്പള്ളി നടാംപാടത്ത് പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ പാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വാർത്തകളുടെ വിശദാംശങ്ങൾക്ക് പോകും മുമ്പ് തൃശൂർ നഗരത്തിൽ പുലിക്കളി തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്.
ശക്തന്റെ തട്ടകത്തിൽ പുലിക്കളി തുടരുകയാണ്. തത്സമയ സംപ്രേഷണം വാർത്തകൾക്ക് ശേഷം തുടരും. ഇപ്പോൾ വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുലിക്കൊട്ടും പുലിച്ചുവടുകളുമായി പൂരനഗരിയെ ആവേശലഹരിയിലാഴ്ത്തി പുലിക്കളി അരങ്ങേറി. സ്വരാജ് റൗണ്ടിൽ ഇരുവശവും തിങ്ങി നിറഞ്ഞ് പുരുഷാരം. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലോണ നാളായ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:50 തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം പുലിക്കളി സംഘത്തിന് മുൻപിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടെ നഗരത്തെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചു. പുലിക്കൊട്ടിൻ താളത്തിൽ അരമണിക്കിലേക്കുള്ള പുലിച്ചുവടുകൾ പുരുഷാരം നെഞ്ചേറ്റി. ഫ്ളാഗ് ഓഫിനെ തുടർന്ന് നടുവിലാലിലും നായ്ക്കനാലിലും ബിനി ജംഗ്ഷനിലും കാത്തുനിന്നിരുന്ന ശങ്കരൻകുളങ്ങര, നായ്ക്കനാൽ, പാട്ടുരായ്ക്കൽ, കുട്ടൻകുളങ്ങര, വിയൂർ യുവജന സംഘം എന്നീ പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചത് അനന്തമായ കാത്തുനിൽപ്പ് ഒഴിവാക്കി ആവേശം ചോരാതെ പുലിക്കളി ആസ്വദിക്കാൻ കാണികൾക്ക് അവസരമൊരുക്കി. തുടർന്ന് സീതാറാം ദേശം, അയ്യന്തോൾ, ചക്കാമുക്ക് ദേശങ്ങളും സ്വരാജ് റൗണ്ടിലെത്തി. കോർപ്പറേഷന്റെ ലഹരി വിരുദ്ധ സന്ദേശവുമായുള്ള ടേബിളോയ്ക്ക് പുറമെ 9 സംഘത്തിനും ഹരിതവണ്ടി, പ്ലോട്ട്, പുലിവണ്ടി എന്നിവയും 35 മുതൽ 51 വരെ എണ്ണം പുലികളും ഉണ്ടായിരുന്നു. നേരം ഇരുട്ടിയതോടെ നിശ്ചല ദൃശ്യങ്ങളും ഹരിതവണ്ടിയും പുലിവണ്ടിയും ദീപാലങ്കാരത്താൽ കാണികൾക്ക് മനോഹര കാഴ്ച സമ്മാനിക്കുന്നതായി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10,000-ങ്ങൾ പുലിക്കളി ആസ്വദിക്കാനെത്തി. തൃശൂർ കോർപ്പറേഷന്റെ സംഘാടന മികവും പോലീസ് സേനയുടെ സുരക്ഷാ പാലനവും പുലിക്കളി മഹോത്സവത്തിന്റെ ആസ്വാദനം മികവാർന്നതാക്കി. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ അരങ്ങേറിയ പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി. വൈവിധ്യമാർന്ന ടാബ്ലോയിൽ മീൻ പുലി വരെ ഇടം പിടിച്ചു. നഗരം കീഴടക്കാനിറങ്ങുന്ന പുലിക്കളി സംഘത്തിനൊപ്പമുള്ള പുലിവണ്ടിയിലാണ് പുതുപുത്തൻ പരീക്ഷണങ്ങളുമായി ഓരോ ദേശവും ദൃശ്യചാരുത ഒരുക്കിയത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഡിജിറ്റൽ 3D പുലിവണ്ടിയും മീൻപുലിയുമെല്ലാം കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ജീവൻ തുളുമ്പുന്നതായിരുന്നു ഓരോ പുലിക്കളി സംഘത്തിന്റെയും ടാബ്ലോകൾ. ആകാശപാത, പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ, മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ടാബ്ലോകൾ, ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന കോർപ്പറേഷന്റേതുൾപ്പെടെയുള്ള ടാബ്ലോ, മാലിന്യമുക്ത ലഹരിമുക്ത കേരളം എന്ന സന്ദേശം നൽകുന്ന ടാബ്ലോകൾ തുടങ്ങിയവ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ന്യൂസ് ഡെസ്ക് TCV. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മുരിയാംതോട് കറപ്പം വീട്ടിൽ നിസാറിന്റെ ഭാര്യ 47 വയസ്സുള്ള കമറുനീസയാണ് മരിച്ചത്. തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. ഒരേ ദിശയിൽ നിന്ന് വന്നിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കമറുനീസയെ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേച്ചേരി മണലിയിൽ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൈപ്പറമ്പ് സ്വദേശി 67 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരുക്കുപറ്റിയതിനെ തുടർന്ന് കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത പെരിഞ്ഞനത്ത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറിയിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ആലുവ സ്വദേശികളായ നബീൽ, ഭാര്യ നൂറിയ എന്നിവർക്കാണ് പരിക്ക്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിലർ ലോറിയുടെ വീതിയേക്കാൾ 4 അടിയോളം വലത്തോട്ടും ഇടത്തോട്ടും തള്ളി നിൽക്കുന്ന നിലയിലായിരുന്നു ടാറിംഗ് മെഷീൻ. ഇതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. കുത്താമ്പുള്ളിയിൽ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. CK ഹാൻഡ്ലൂംസ് ഉടമ അറുമുഖസ്വാമിയുടെ ഭാര്യ 70 വയസ്സുള്ള സരോജയാണ് മരിച്ചത്. അപകടത്തിൽ സരോജയുടെ മകൻ വിനോദിന്റെ ഭാര്യ വൃന്ദ സംഭവദിവസം മരിച്ചിരുന്നു. പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തേക്കും. SI ആയിരുന്ന PM രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യാനാണ് പോലീസ് നീക്കം. ദക്ഷിണമേഖല IGയുടെ പക്കലുള്ള റിപ്പോർട്ടിൽ വേഗത്തിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. നടപടികളുടെ ഭാഗമായി PM രതീഷിന് ദക്ഷിണമേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പുറത്തുവന്ന മർദ്ദന ദൃശ്യങ്ങൾ തെളിവായി ഉൾപ്പെടുത്തി സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്.
നിലവിൽ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ CI ആണ് PM രതീഷ്. പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെയാണ് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും PGSI രതീഷ് കസ്റ്റഡിയിലെടുത്തത്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി SI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും 3 ലക്ഷം പോലീസുകാർക്കും 2 ലക്ഷം പരാതിക്കാരനായ ദിനേശിനും നൽകാൻ ആവശ്യപ്പെട്ടതായും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറയുന്നു. പോക്സോ കുറ്റം ചുമത്തി മകനെ അറസ്റ്റ് ചെയ്യും എന്ന് SI ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഔസേപ്പ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന നിലവിൽ VOയായി ജോലി ചെയ്തുവരുന്ന സുഹൈറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ബലപ്രയോഗത്തിനിടയാക്കി. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത്. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC മനോജ്, CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പാലപ്പിള്ളി നടാംപാടത്ത് പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ ഈയിടെ പലതവണയായി പുലി ഇറങ്ങുന്നത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുലി ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. ഇതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ കുണ്ടായി ചക്കിപ്പറമ്പ് പാടിക്കു സമീപം 2 ആനകളിറങ്ങി വാഴകൾ നശിപ്പിച്ചു. വലിയക്കത്ത് വീട്ടിൽ കബീർ, കൊല്ലേരി കുഞ്ഞിപ്പ എന്നിവരുടെ വാഴകളാണ് നശിപ്പിച്ചത്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീറിനെ തേടിയെത്തിയ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമായി. കഴിഞ്ഞ 20 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ സുധീർ മാസ്റ്റർ നൽകിയ സേവന മികവിനാണ് അവാർഡിന് പരിഗണിക്കപ്പെട്ടത്. പാലക്കാട് എലപ്പുള്ളി സ്വദേശിയായ M സുധീർ ഭൂമിശാസ്ത്ര അധ്യാപകനായി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2005 അധ്യാപക ജീവിതം തുടങ്ങിയത്. 2024 വരെ ഇതേ സ്കൂളിൽ തുടർന്നു. ഈ കാലഘട്ടത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ വേറിട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സുധീർ മാഷിന് കഴിഞ്ഞു. ഈ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ജില്ലാ കൺവീനറായി നിയമിക്കപ്പെട്ടത്. 5 വർഷത്തോളം ജില്ലാ കൺവീനറായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ NSSന്റെ എംപാൽഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായും പ്രവർത്തിച്ചു. 2024 മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി നിയമിതനായത്. 2007 ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഇരിഞ്ഞാലക്കുടയിൽ NSSന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ സമൂഹമായിട്ടും കുട്ടികളുമായിട്ടുമുള്ള ഒരു നിരന്തരമായ ഇടപെടലാണ് ഈ അവാർഡ് വരെ എന്നെ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാഷണൽ സർവീസ് സ്കീം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കുമായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. സ്വദേശം പാലക്കാടാണെങ്കിലും ഇരിങ്ങാലക്കുടയിലാണ് വർഷങ്ങളായി താമസം. സ്മിതയാണ് ഭാര്യ. CA വിദ്യാർത്ഥി ഗായത്രി ഏക മകളാണ്. TCV ന്യൂസ് കൊടകര. പാവറട്ടി പഞ്ചായത്തിലെ ദുർഗന്ധം വമിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ ശുചീകരണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പാവറട്ടിയിലെ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷൻ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്നവരും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഏറെ ബുദ്ധിമുട്ടിലായ വാർത്ത TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. BJP മുൻ മേഖലാ സെക്രട്ടറി പ്രമോദ് ആനടത്തിയിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പാറങ്ങനാട്ട്, VV ഹരിഹരൻ, P വിശ്വൻ, TA മണികണ്ഠൻ, സരിത സച്ചിദാനന്ദൻ, രൂപ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ കേവലം 5 വർഷം ഭരണം നടത്താൻ വേണ്ടി മാത്രമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KV അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാരായ റാഹില വഹാബ്, CPM നേതാക്കളായ CK വേണു, CS ഷിജിത്ത്, KM സക്കീർ, AK മുനീർ എന്നിവർ സംസാരിച്ചു. തെളിവുകൾ കൊടുത്തിട്ട് വോട്ട് വെട്ടാൻ വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ സെക്രട്ടറി ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ
UAEയിൽ നടന്ന 6ാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് ജൂനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അർജുൻ വിജയനെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1901 10B ബാച്ചിലെ സഹപാഠികൾ അനുമോദിച്ചു. രാമകൃഷ്ണൻ തിച്ചൂർ, MD ജോജി എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. ബാച്ചിലെ CS വിജയന്റെ മകനാണ് അർജുൻ. KA മനോജ്, KN ബിന്ദു, MJ ജെയ്സൺ, വർഗീസ്, TR സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി. ആനന്ദപുരം കണ്ണകി കൈക്കുട്ടിക്കളി സംഘത്തിന്റെ കൈക്കുട്ടിക്കളി നടന്നു. ക്ലബ് ഭാരവാഹികളായ നിഖിൽ തൊമ്മത്ത്, ഉണ്ണികൃഷ്ണൻ എടാട്ട്, സന്ധ്യ അനൂപ് നാഗത്ത്, ജിതിൻ ബാബു, അരുൺ വെള്ളയത്ത് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് മനപ്പടി സേവന ഗ്രാമീണ വായനശാലയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച 14ാമത് സേവന ഗ്രാമോത്സവം സമാപിച്ചു. പൊതുസമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി PS പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് മെമ്പർ രമ്യ ഷാജി, സംഘാടക സമിതി ചെയർമാൻ CV സുഭാഷ്, ജനറൽ കൺവീനർ PB വിഷ്ണു എന്നിവർ സംസാരിച്ചു. ഈ രാജ്യത്തിനകത്തൊരു സംസ്ഥാനത്തില് അതിർവരമ്പുകളും കേരളം എന്ന് പറയുന്ന ഈ നഗറിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാതയോരങ്ങൾ പൂച്ചെടികളാൽ അലങ്കരിക്കുന്ന പാതയാക്കി മാറ്റാൻ മുന്നിട്ടിറങ്ങി ഒരു കൂട്ടം ആളുകൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 3ാം വാർഡിലാണ് പാതയോരം സൗന്ദര്യവൽക്കരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ സിറ്റി എന്ന ആശയത്തിന്റെ തുടർച്ചയായി വാർഡിലെ സെന്റ് ജോസഫ് കോൺവെന്റ് റോഡിലാണ് ചെടികൾ വച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ചെടി നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. AV സുകുമാരൻ, ഹരിദാസ്, സലാഹുദ്ദീൻ, KM സലീം, വിൽസൺ എന്നിവർ സംസാരിച്ചു. വീണ്ടും വർദ്ധിപ്പിക്കാനും മുനിസിപ്പാലിറ്റിയുടെ മദ്യം കൊടുക്കാത്തതിന് പെരിഞ്ഞനം കോവിലകം സ്വദേശിയെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കോവിലകം സ്വദേശി തോട്ടുങ്ങൽ വീട്ടിൽ സുജിത്തിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തി നിർഭരമായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധൂപപ്രാർത്ഥനയ്ക്കു ശേഷം കൊടിയും സ്ലീബായുമേന്തിയുള്ള പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി CJ റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടം വാങ്ങിയ തുക തിരികെ നൽകാൻ വൈകിയതിന് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. കരൂപ്പടന മുസാഫരിക്കുന്ന സ്വദേശി വടക്കൂട്ട് വീട്ടിൽ ഷാജി, പുല്ലൂറ്റ് സ്വദേശി കൊപ്പറമ്പിൽ വീട്ടിൽ വിനോദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ വൻ ചീട്ടുകളി സംഘം പിടിയിൽ. 6 പേരെ അറസ്റ്റ് ചെയ്തു. പോട്ട നക്കര വീട്ടിൽ സന്തോഷ്, കാടുകുറ്റി പാലക്ക വീട്ടിൽ ജോർജ്, കോടശ്ശേരി വള്ളത്തുപറമ്പിൽ വീട്ടിൽ രവി, പോട്ട ചിറയത്ത് വീട്ടിൽ ആറ്റ്ലി, മുരിങ്ങൂർ മാളിയക്കൽ വീട്ടിൽ ജോസ്, പോട്ട പടമാടൻ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1,18,000 രൂപയും പിടിച്ചെടുത്തു. പെരിഞ്ഞനത്ത് തനിച്ചു താമസിച്ചിരുന്നയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വാമിത്തറ പള്ളിയാശാരി വീട്ടിൽ 68 വയസ്സുള്ള പ്രേം ദിനേശാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കോടതിയിലെ റിട്ടയേർഡ് ജീവനക്കാരനാണ്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഓട്ടോ ഡ്രൈവർ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന് പുറത്തെ കസേരയിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,945 രൂപ, പവന് 79,560 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. തൃശൂർ നഗരത്തെ ആവേശലഹരിയിലാക്കി പുലിക്കളി അരങ്ങേറി. പുലിമടമിട്ട് നഗരത്തിലിറങ്ങിയ പുലിക്കൂട്ടങ്ങൾ നഗരം വിറപ്പിച്ചു. ദൃശ്യവിരുന്നൊരുക്കി നിശ്ചല ദൃശ്യങ്ങളും. തൃപ്രയാറിൽ പാഴ്സൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. കുത്താമ്പുള്ളിയിൽ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് മെഷീൻ കൊണ്ടുപോയിരുന്ന ട്രെയിലർ ലോറിയിടിച്ച് കാർ യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനം. SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്തേക്കും. ദക്ഷിണമേഖല IG കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പാലപ്പിള്ളി നടാംപാടത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. നടാംപാടം വൈദ്യൻ വാപ്പുട്ടിയുടെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. പുലിക്കളി സമാപനത്തിലേക്ക് അടുക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണാം TCVയിൽ. നമസ്കാരം.